അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടത്തെ ഹിന്ദുത്വ വർഗീയ ശക്തികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരന്തപൂർണമായിട്ടുള്ള കാഴ്ചയാണ് ഷാഹിയില് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ മസ്ജിദ് ക്ഷേത്രാവശിഷ്ടങ്ങൾ, മസ്ജിദ് ക്ഷേത്രം പൊളിച്ചു നിർമ്മിച്ചതാണെന്നും അതുപോലെ തന്നെ ആ മസ്ജിദിനടിയിൽ ശിവലിംഗം ഉൾപ്പെടെയുള്ള സംഗതികൾ കിടക്കുന്നുണ്ടെന്നും അത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ പ്രാദേശികമായിട്ടുള്ള കോടതിയിൽ വ്യവഹാരം നടത്തുകയും അതുവഴി സർവേ നടത്താനുള്ള ഉത്തരവ് സംഘടിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി സർവേ നടത്താൻ വേണ്ടി വന്ന ആളുകൾ, സർവേ നടത്തുന്നതിൽ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ, അവിടുത്തെ മതേതര വിശ്വാസികൾ, അവിടുത്തെ വിശ്വാസി സമൂഹം അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രതിഷേധമറിയിക്കുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ വെടിയുതിർത്തുകൊണ്ട് അവരെ നിഷ്പ്രഭമാക്കാനും ആ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറ്റാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല, കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരെ കാണുന്നതിനും അവരെ ക്ഷമാശ്വസിപ്പിക്കുന്നതിനും അവർക്ക് ആശ്വാസം പകരുന്നതിനും സമാധാന സന്ദേശവുമായി കടന്നു ചെന്നിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ ജില്ലാ അതിർത്തിയിൽ തടഞ്ഞുകൊണ്ട് വളരെ മോശമായ സമീപനമാണ് ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. എന്ത് താല്പര്യത്തിന്റെ പിറകിലാണ്, ഏത് നിയമത്തിന്റെ പിറകിലാണ് ഈ തരത്തിലുള്ള കോപ്രായങ്ങൾ നടത്തുകയും ഈ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക്, വർഗീയതക്ക് ചൂട്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭം ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അജ്മീർ ദർഗാ ഷരീഫ്, ഇന്ത്യൻ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ദർഗാ ഷരീഫ് 800 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഒരു ദർഗ. ആ ദർഗയും അമ്പലമായിരുന്നു, ക്ഷേത്രമായിരുന്നു. ആ അമ്പലം പൊളിച്ച്, അല്ലെങ്കിൽ ആ ദർഗാ ഷരീഫ് പൊളിച്ചാൽ അവിടെ നിന്ന് ലഭ്യമാകുന്നത് ക്ഷേത്രാവശിഷ്ടങ്ങളായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡൽഹി ജുമാ മസ്ജിദിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. രാജ്യത്ത് സൗഹൃദപൂർണമായി നടന്നു പോകുന്ന കാര്യങ്ങൾ, പാരസ്പര്യത്തോടുകൂടെ ജീവിക്കുന്ന ജനങ്ങൾ, ഈ ജനങ്ങൾക്കിടയിൽ മൈത്രിയും പാരസ്പര്യവും സഹവർത്തിത്വവും സാഹോദര്യവും തല്ലിത്തകർത്ത് വിദ്വേഷവും വർഗീയതയും വിതച്ചുകൊണ്ട് തങ്ങളുടെ സങ്കുചിതമായ ദേശരാഷ്ട്ര സങ്കല്പം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന്റെ ഇംഗിതത്തോടുകൂടെ, അവരുടെ സഹായത്തോടുകൂടെ, സഹകരണത്തോടുകൂടെ നടത്തുന്ന ചില പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയുമാണ് SKSSF ഇവിടെ നിർവഹിക്കുന്നത്. ഇതൊരു സമരത്തിന്റെ തുടക്കം മാത്രമാണ്, ഇതൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണ്. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടച്ച സമയത്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് ഇതേപോലെ അത്യുച്ഛലമായിട്ടുള്ള ഒരു മാർച്ചുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ SKSSF ഉൾപ്പെടെ ഈ രാജ്യത്തെ മതേതര ശക്തികൾ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ രാജ്യത്ത് പ്രതിഷേധിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ശബ്ദങ്ങളെയും അതുപോലെ തന്നെ ആ സമരങ്ങളെയും ഒക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. 38 വർഷം കഴിയുന്ന ഈ സന്ദർഭത്തിൽ അത് പറയാനല്ല ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എങ്കിലും ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഓരോന്നും തച്ചുടച്ചിട്ടുള്ള കർസേവകർക്ക് അനുകൂലമാകുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇനിയൊരു ബാബരി ആവർത്തിക്കില്ലല്ലോ, ഇനിയൊരു ബാബരി മസ്ജിദ് പോലെയുള്ള ഒരു മസ്ജിദിനും തകരാറ് സംഭവിക്കില്ലല്ലോ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് ഏതൊരു ആരാധനാലയം ആരുടെ കൈവശമാണോ, ഏത് ആരാധനാ കർമ്മമാണോ അവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്, അത് നിർവഹിക്കപ്പെടണമെന്നും അത് തുടരണമെന്നും 1991 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള
കൃത്യമായിട്ടുള്ള നിയമത്തെ മറികടന്നുകൊണ്ട് അതിനെ തച്ചുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് SKSSF ഈ സമരത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ SKSSF ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമപരമായും അതുപോലെ തന്നെ ജനകീയമായും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി SKSSFന്റെ മക്കൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉച്ചത്തിൽ ഉച്ചരിക്കാൻ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഏതെങ്കിലും സമരം പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം പോലെ ഇതിനെ കാണാൻ കഴിയില്ല. രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ എല്ലാ നിയമത്തിന്റെ പരിധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യ മാർഗത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.